നമ്മൾ എങ്ങനെ ഒരു വിഷയത്തെ നേരിടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ ഈ 40 വർഷക്കാലത്തെ മാധ്യമപ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൽ ധാരാളം ആരോഗ്യവകുപ്പ് മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് ആളുകളാണ് ഈ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് കണ്ടുകൊണ്ട് അതിനെ പരിഹരിക്കാനായിട്ട് രംഗത്ത് വന്നത്. എനിക്കിപ്പോഴും കൃത്യമായിട്ട് പറയാവുന്ന കുറേ പേരുകളുണ്ടെങ്കിലും പറയാവുന്ന ഒരാൾ ഈ VM സുധീരനാണ്. VM സുധീരൻ ഓരോ സ്ഥലത്തും ഓരോ ആശുപത്രിയിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം ഓരോ ജില്ലയിലും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ അന്നൊക്കെ സ്ഥിരമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. ആ സമയത്ത് അദ്ദേഹം എന്ത് ചോദിച്ചാൽ ഇവിടെ വന്ന് മീറ്റിംഗ് വിളിക്കുമ്പോൾ ഡോക്ടർമാരുടെയോ അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാരുടെയോ മീറ്റിംഗ് മാത്രമല്ല അദ്ദേഹം വിളിക്കുക. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുള്ള മാധ്യമപ്രവർത്തകരോട് വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കും. എന്നോടത്തൊക്കെ സ്ഥിരമായിട്ട് അദ്ദേഹം ചോദിക്കുക അവിടുത്തെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ചോദിക്കുക. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്ന് അദ്ദേഹം പറയും. പ്രതിപക്ഷത്തുള്ള ആളുകളെ കൂടി വിളിക്കും. പ്രതിപക്ഷത്തിൻ്റെ ഉള്ള MLA മാരോ അല്ലെങ്കിൽ ജനപ്രതിനിധിയായിട്ട് മറ്റാരെങ്കിലും അല്ലെങ്കിൽ നേതാക്കന്മാരെ വിളിക്കും. എന്നിട്ട് പ്രശ്നങ്ങൾ അവിടെ വെച്ച് സംസാരിച്ച് അതിന് പരിഹാരം കണ്ടെത്തും. അതാണ് ഏറ്റവും ചെയ്യേണ്ട കാര്യം. അതിന് പകരം ഈ പ്രശ്നങ്ങളുണ്ടാകും പ്രതിപക്ഷത്തെ പക്ഷത്ത് നിർത്തിക്കൊണ്ടല്ല ഇപ്പുറത്ത് നിർത്തുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ വേണ്ട കാര്യം. ഇപ്പം ഇന്നലെ എന്നെ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു അധികാര സ്ഥാനത്തുണ്ടായിരുന്ന ഒരു റിട്ടയർ ചെയ്ത ഡോക്ടറിനെ വിളിച്ചു. അത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിലാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞു ഇവിടെ സിസ്റ്റത്തിനല്ല പ്രശ്നം, ഇവിടെ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെയാണ് പ്രശ്നം. അദ്ദേഹവും പറഞ്ഞത് ചില അനുഭവങ്ങളാണ്. അതായത് ഒരിക്കൽ അദ്ദേഹം ഇവിടെ സൂപ്രണ്ടായിരിക്കുന്ന കാലത്ത് മരുന്ന് വിതരണം ഇതേപോലെ നിലയ്ക്കുന്നൊരവസ്ഥ, ഇപ്പോൾ പാരീസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ആ സമയത്ത് ഒരു മരുന്ന് കമ്പനിക്കാർ മരുന്ന് കൊടുക്കില്ല എന്ന് കട്ടായം പറയുകയാണ്. ആ സമയത്ത് അദ്ദേഹം കോഴിക്കോട്ടുണ്ടായിരുന്ന അന്ന് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന കരുണാകരൻ്റെ അടുത്ത് പോകുന്നു. അദ്ദേഹത്തോട് നേരിട്ട് കാര്യം പറയുന്നു, ഇതാണ് പ്രശ്നം എന്ന് പറയുന്നു. കരുണാകരൻ ഉടനെ തന്നെ അതിന് പരിഹാരം കണ്ടെത്തുന്നു എന്ന്. എത്രയോ കരുണാകരൻ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത കാലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കെ ആണത് കൈകാര്യം ചെയ്തത് കുറച്ച് കാലം. അപ്പോൾ അത് ചെയ്തതിനെക്കുറിച്ച് ഇപ്പോൾ റിട്ടയർ ചെയ്ത ഡോക്ടർ അദ്ദേഹത്തിന് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം ഇന്നലെ എന്നോട് സൗഹൃദത്തിൽ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ അതാണ് പറയിപ്പിക്കുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ പ്രതിപക്ഷത്തിന് ശത്രുവായി ഓരോ പ്രശ്നവും അത് അഡ്രസ്സ് ചെയ്യാൻ അപ്പോൾ വന്നിട്ട് അതിന് പരിഹാരം കാണുക എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സമയത്ത് അതിൻ്റെ ഒരു റിവ്യൂ മീറ്റിംഗ് വെക്കുക. അപ്പോൾ അതുണ്ടാവുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഉപയോഗശൂന്യമായിട്ടുള്ള കെട്ടിടം എന്തുകൊണ്ടത് തകർക്കുന്നില്ല, അല്ലെങ്കിൽ അതവിടെ ഇപ്പോഴും നേരത്തെ ജിൻഡോ പറഞ്ഞ പോലെ അവിടെ വെള്ളവും വെളിച്ചമൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു, അവിടേക്ക് ആളുകൾ പോകുന്നത് എന്തുകൊണ്ട് തടയുന്നില്ലാനുള്ള പ്രശ്നം വരുള്ളൂ. ഹാരിസ് ചൂണ്ടിക്കാട്ടിയ പ്രശ്നം ഇപ്പോൾ ഹസ്കർ പറഞ്ഞല്ലേ, ഫേസ്ബുക്കിൽ വന്നിട്ട് വേണം ഇതിന് പരിഹാരത്തിലേക്ക് വരാൻ, ഒരു ചർച്ചയായിട്ട് വരാമെന്നുള്ളതല്ല. ഹാരിസ് അതിനു മുമ്പേ തന്നെ ബന്ധപ്പെട്ട സൂപ്രണ്ടിനും പ്രിൻസിപ്പൾക്കും മന്ത്രിയുടെ PAയ്ക്കും ഒക്കെ ഈ കാര്യങ്ങൾ അവരൊക്കെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. എന്നിട്ടും പരിഹാരം ഉണ്ടാവാതെ നിന്നപ്പോൾ രോഗികളെ കൊണ്ടും ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങളും മരുന്നൊക്കെ വാങ്ങിക്കേണ്ട ഗതികേടിനെ ആലോചിച്ച് നാണം കെട്ടപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഒരു ഡോക്ടറെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെ കൊണ്ടോ ഇങ്ങനെ ചെയ്യിക്കാൻ പാടില്ല. അതാണ് ശരിക്കും ഭരണകർത്താക്കളുടെ ചുമതല. ഞാൻ ഈ ഒരു മന്ത്രിയെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ പറയുന്നത് 40 വർഷക്കാലത്തിനിടയിൽ ഈ കൈക്കൂലി വാങ്ങാൻ മാത്രമായിട്ടുണ്ടായിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി എനിക്കറിയാം. അങ്ങനെയുള്ള ആളുകളെ വല്ല അതല്ലാതെ ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾ ശരിക്കും വേണ്ടത് മാതൃകാപരമായിട്ട് നിങ്ങൾ കല്ലിടാനോ ഉദ്ഘാടനത്തിനൊക്കെ പോകുന്നതിന് പകരം ഓരോ ആശുപത്രികളിലും പോവുക. കരുണാകരനുള്ള സമയത്ത് AC ഷൺമുഖദാസ് അപകടത്തിൽപ്പെട്ടതിന് ശേഷമാണല്ലോ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സ്കാനിങ് മെഷീൻ കൊണ്ടുവന്നുള്ളത്. ആ സമയത്താണല്ലോ മെഡിക്കൽ കോളേജുകൾ റഫറൽ ഹോസ്പിറ്റലുകളായത്. ഇപ്പോഴും അതല്ല ഉള്ളത്. ഇപ്പോഴും മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് സാധാരണ താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥയിൽ ഏത് രോഗികളും വരുന്ന അവസ്ഥയാണ്. അതിന് കാരണം പെരിഫറൽ ആശുപത്രികളിൽ വേണ്ട രൂപത്തിൽ സ്ട്രെങ്തൻ ചെയ്തില്ല. ശരിയാണ്, കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പറയുന്നത് എന്നത് പ്രശ്നമാണെന്ന് അംഗീകരിക്കാൻ തയ്യാറാവണമെന്നാണ്.